ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് 2-3 വീഡിയോസിലായിട്ട് 1-2 കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് വെച്ചൊരു വീഡിയോ ചെയ്യാവുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ സിംഗിളായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ എക്സ്പെൻസ് ഇപ്പം എൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു റൂമിൻ്റെ റെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇൻകം എക്സ്പെൻസ് പറയാം. അപ്പോൾ അത് സിംഗിളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു പരിധിവരെ ആപ്ലിക്കബിൾ ആകുള്ളൂ. എഗെയിൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് ഡിപ്പെൻഡായിട്ട് ഒരുപാട് വേരി ചെയ്യും. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഇപ്പം സ്വിൻഡനിലെ എക്സ്പെൻസ് ആയിരിക്കും ഓക്സ്ഫോർഡിലോ അല്ലെങ്കിൽ ബ്രിസ്റ്റോളിലോ അല്ലെങ്കിൽ ലണ്ടനിലോ അങ്ങനെ ഓരോ സിറ്റീസിലേക്ക് പോകുന്തോറും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ഓരോ സ്ഥലത്തിൻ്റെ എക്സ്പെൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. ഒരു റൂമിൻ്റെ റെൻറ്റോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ റെൻറ്റോ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്ക് കാറ് ഇല്ല. അപ്പോൾ കാറ് വന്നു കഴിയുമ്പം കാറിൻ്റെ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ടാക്സ് അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസുകളുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ കൂടുന്നതനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ്, വീടുള്ളവർക്ക് അതിൻ്റെ ബില്ലുകൾ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, അങ്ങനത്തെ നമ്മൾ നാട്ടിൽ അടച്ചുകൊണ്ടിരുന്ന ബില്ലുകളൊക്കെ തന്നെ. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബില്ലുകൾ ഫാമിലി ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടുതലായിട്ട് സാധനങ്ങൾ ഇപ്പോൾ ഒരു പട്ടിക്കുട്ടി ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെ എക്സ്പെൻസുകൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇൻകം ഈ പറഞ്ഞ പോലെ ബാൻഡ് 5 എല്ലാവർക്കും ഒരേ ഇൻകം തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ തന്നെ ബോട്ടം, മിഡ്, ടോപ്പ് ബാൻഡ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു 29 തൊട്ട് 36 വരെയാണ്. 36,000 പൗണ്ട്സിലുണ്ട് ഫുള്ള് ഞാൻ ഇൻകം എക്സ്പെൻസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും വേരി ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഒരു മിഡ് ബാൻഡ് 5 ആണ്. ബാൻഡ് 5 ആ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്കായിരിക്കും എല്ലാവർക്കും സാലറി. പക്ഷെ ബാൻഡ് കൂടി പോകുന്നതനുസരിച്ച് സാലറിയിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന നൈറ്റ്, സാറ്റർഡേയ്സ്, സൺഡേയ്സ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഷിഫ്റ്റുകൾ, ഇതനുസരിച്ച് നമ്മുടെ ഇൻകത്തിൽ വേരിയേഷൻ വരുന്നത് അതനുസരിച്ചാണ്. അപ്പം ഞങ്ങളിവിടെയൊക്കെ എക്സ്ട്രാ ചെയ്യുന്ന ഷിഫ്റ്റുകൾക്ക് ബാങ്ക് ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ ചെയ്യുന്ന ഡ്യൂട്ടിക്ക്, ഇപ്പോൾ എനിക്ക് നോർമലി 3 ദിവസം ഉള്ളൂ വിചാരിക്കും, എനിക്ക് 4 ദിവസം ഉണ്ട്. കാരണം ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതൊരു എക്സെപ്ഷൻ ആണ്. പക്ഷേ നോർമലായിട്ട് വാർഡുകളിൽ, ICUകളിൽ, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, കാഷ്വാലിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 3 ദിവസമേ ഇന്ന വീക്കിൽ ഷിഫ്റ്റ് ഉള്ളൂ. അപ്പം ഞാൻ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ എൻ്റെ വർക്കിംഗ് അവേഴ്സ് ഡിഫറൻസ് ആണ്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ റിക്കവറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വർക്കിംഗ് അവേഴ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡേയ്സും വ്യത്യാസമുണ്ട്. എനിക്ക് 4 ദിവസം ഷിഫ്റ്റ് ഉണ്ടാകും നോർമലി, അല്ലെങ്കിൽ 3 ദിവസം. വളരെ റെയറായിട്ട് എനിക്ക് 3 ദിവസം വരാറുള്ളൂ. മിക്ക ആഴ്ചകളിൽ എനിക്ക് 4 ദിവസം തന്നെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പം നോർമലായിട്ടുള്ളവർക്ക് 3 ദിവസമാണ് ഷിഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ എക്സ്ട്രാ ഷിഫ്റ്റിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടായിരിക്കും എല്ലാവർക്കും വരാറ്. ഞങ്ങൾക്ക് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിപ്പം ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്ട്രാ ഷിഫ്റ്റൂടെ ഞങ്ങൾ തിയേറ്ററിലുള്ളവർക്ക് കിട്ടും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളായിട്ട് മുടങ്ങി കിടക്കുന്ന സർജറികൾ സാറ്റർഡേ, സൺഡേ അവർ എക്സ്ട്രാ ലിസ്റ്റുകളായിട്ട് ചെയ്യുന്നത്, എക്സ്ട്രാ സർജറികളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്റ്റാഫുകളായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തിയേറ്ററിലുള്ളവർക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ ഷിഫ്റ്റൂടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻകവും എക്സ്പെൻസും ഒന്ന് ചെറുതായിട്ട് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വീഡിയോസിലൊക്കെ ഇപ്പോൾ ഇൻകോ എക്സ്പെൻസും വെച്ച് വീഡിയോസ് ചെയ്യുന്നവരുടെയൊക്കെ തന്നെ പേ സ്ലിപ്പ് കാണിക്കാറുണ്ട്. പേ സ്ലിപ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിക്കുന്നില്ല, കാരണം അതൊരു ഭയങ്കര കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന കാര്യമാണ്. കാണിച്ചെന്നിട്ട് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ചെറിയൊരു നോട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ഇൻകം എക്സ്പെൻസും എൻ്റെ സൈഡിൽ നിന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എല്ലാ മാസത്തെയും കൂടെ ജനറലായിട്ടല്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്ന സാലറീനെ ബേസ് ചെയ്താണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിപ്പം ഏപ്രിലാണല്ലോ മന്ത്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ മാർച്ചിലാണ് എനിക്കൊരു സാലറി ക്രെഡിറ്റ് അയക്കുന്നത്. അത് മാർച്ചിൻ്റെ ആണോ ഫെബ്രുവരിയുടെ ആണോ അങ്ങനെ ചോദിച്ചുമ്പോൾ എനിക്കെപ്പോഴും കൺഫ്യൂഷൻ. എനിക്ക് തോന്നുന്നു മാർച്ചിൻ്റെ തന്നെ സാലറി എന്ന് തോന്നുന്നു മാർച്ച് എൻഡിൽ, അതായത് ഫെബ്രുവരിയുടെ ആണോ എന്നറിയില്ല. എനിവേ മാർച്ച് 28-നാണ് നമ്മുടെ ലാസ്റ്റ് സാലറി ക്രെഡിറ്റ് അയക്കുന്നത്. അപ്പോൾ ആ സാലറിയുടെ ബേസിലുള്ളൊരു എക്സ്പ്ലനേഷനാണ് പറയുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഡിഡക്ഷൻസ് കഴിഞ്ഞ് കിട്ടി. എൻ്റെ ബാങ്കിൽ ക്രെഡിറ്റായ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,651 പൗണ്ട്സാണ്. പൗണ്ട്സിനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പൗണ്ട്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ നോക്കി അത് കാണാൻ പറ്റും.
pound to INR എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഓരോ ദിവസവും പൗണ്ടിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഇന്നലത്തെ റേറ്റ് ആയിരിക്കില്ല ഇന്നത്തെ റേറ്റ് ആയിരിക്കില്ല നാളത്തെ റേറ്റ്, ഏകദേശം ഏറെക്കുറെ അടുത്ത് വരുമായിരിക്കും. പക്ഷെ ഇപ്പം നല്ലപോലെ പൗണ്ടിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള ടൈമാണ്. അപ്പം എൻ്റെ കയ്യിൽ വരുന്ന ഇൻകവും എക്സ്പെൻസും എല്ലാം തന്നെ ഞാൻ പൗണ്ട്സിലാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല. അപ്പോൾ എനിക്ക് എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ സാലറി എന്ന് പറഞ്ഞാൽ 2651 പൗണ്ട്സാണ്. ശരിക്കും എനിക്ക് കിട്ടേണ്ടിയിരുന്ന സാലറി ടാക്സുകളുടെയും ഡിഡക്ഷനുകളുടെയും മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടേണ്ടിയിരുന്ന സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3268 പൗണ്ട്സ്, അതായിരുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ അതിനകത്തുനിന്ന് വന്ന ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 617 പൗണ്ട്സാണ് അവർ ടാക്സും പെയ് NI അങ്ങനെ പല ഡിവിഷനുകളിലായിട്ട് അവർ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തേക്കുന്നത്. അതായത് ഗവൺമെൻറ്റിലേക്ക് ഞാൻ അടച്ചേക്കുന്ന മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 617 പൗണ്ട്സാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 200 സംതിങ്, ഒരു 300ൻ്റെ ബിലോ പൗണ്ട്സ് പെൻഷൻ അടയ്ക്കുന്നവർക്ക് അങ്ങനെ ഒരു ഇതും കൂടെ പോട്ടും. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ 2400 എനിക്ക് കിട്ടുകയുള്ളായിരുന്നു. അപ്പം ഞാൻ പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്തേക്കുക. ഞാനൊരു 2 വർഷം കഴിയാറായപ്പോഴേക്കും എനിക്ക് പെൻഷൻ പ്രായമാകുമ്പോൾ എനിക്ക് പെൻഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ ആ 2 വർഷത്തോളം ഞാൻ പേ ചെയ്ത മുഴുവൻ പൈസ എനിക്ക് തിരിച്ചു കിട്ടി. പെൻഷനായിട്ട് ഞാൻ പേ ചെയ്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടി. ഹോസ്പിറ്റലിൽ പേ ചെയ്ത ഒരു എമൗണ്ട് കൂടെ, ഹോസ്പിറ്റൽ നല്ലൊരു എമൗണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. പക്ഷെ അവർ പേ ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നില്ല. അവർ പേ ചെയ്തത് അവരുടെ സൈഡിലേക്ക് തന്നെ പോയി. ഞാൻ പേ ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷെ ആ എമൗണ്ടിൽ നിന്ന് ടാക്സ് ഡിഡക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പെൻഷൻ വിഡ്രോ ചെയ്തതൊക്കെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് 2 വർഷം മുന്നേ ആയിരുന്നു ഞാൻ പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ ആ 2 വർഷം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്തതും എന്തുകൊണ്ടാണ് ഓപ്റ്റ് ഔട്ട് ചെയ്തതും ആ ഓപ്റ്റ് ഔട്ട് ചെയ്ത സമയത്ത് എനിക്ക് എത്ര എമൗണ്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയെന്നൊക്കെ ചേർത്തൊരു വീഡിയോ ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പെൻഷൻ പേ ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊരു 200 സംതിങ് കൂടെ അതിൽ നിന്ന് പോകും, 200 സംതിങ് കൂടെ. അത് കഴിഞ്ഞിട്ട് 2400 ഒരു പക്ഷെ ഞാൻ പെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുകയുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഇൻകം. ഇത് കൂടാതെ ഈ ഒരു സാധനം കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ബാങ്ക് ഷിഫ്റ്റുകളൊന്നും തന്നെ കഴിഞ്ഞ മാസം ചെയ്തിട്ടില്ല. ഒരു ബാങ്ക് ഷിഫ്റ്റ് പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ സാലറി, ഈ കാണുന്ന എമൗണ്ട് അല്ലാതെ എൻ്റെ കയ്യിലേക്ക് വേറെ ഇൻകം ഒന്നും എനിക്ക് വന്നിട്ടില്ല. വേറെ ഒരു ഷിഫ്റ്റുകളും പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ എനിക്കിവിടെ ഇല്ല. എനിക്കിവിടെ റെസ്ട്രിക്റ്റഡ് വിസയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലല്ലാതെ വേറെ ഒരിടത്ത് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ എനിക്കില്ല. പിന്നെ ഏജൻസികളിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അതായത് ബാങ്ക് ഷിഫ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിലും ബാങ്ക് ഷിഫ്റ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കാറ്റഗറി ആയിട്ടാണ് ഇവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്ത ഒരു പക്ഷേ നമുക്ക് ഏജൻസിയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെ ഓരോ ഏജൻസിയിലും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലല്ലാതെ പുറത്തൊരു ഹോസ്പിറ്റലിലും ഞാൻ UK വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു കാണുന്ന എമൗണ്ട് അല്ലാതെ വേറൊരു ഇൻകവും ലാസ്റ്റ് ഒരു മന്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ബാങ്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് വന്നേനെ. പക്ഷെ അങ്ങനെ ഒരു ഇൻകം എനിക്കില്ല. അപ്പോൾ ഈ ഇൻകം എനിക്ക് കിട്ടിയ 2651 പൗണ്ട്സ്. ആ ഒരു ഇൻകത്തിൻ്റെ ഡിവിഷൻ എന്തൊക്കെ ബേസിലാണ് അത് കിട്ടിയെന്നുള്ളൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു അവറിൻ്റെ എൻ്റെ ബേസിക് സാലറി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16.53 പൗണ്ട്സാണ് എനിക്ക് ഒരു അവറിന് പേയ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഈ ബേസിക് പേയ്മെൻറ്റ് 16.53 പൗണ്ട്സ് വെച്ച് ഞാൻ ഒരു മാസം ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് ബേസിക് പേയ്മെൻറ്റ് കിട്ടേണ്ടിയിരുന്നത് 2693 പൗണ്ടാണ്. അത്രയാണ് എൻ്റെ ബേസിക് പേ. ഞാൻ ജോലി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് അത്രയാണ്. പക്ഷെ അത്രയും പോലും നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. അത് ഡിഡക്ഷൻസ് വരുന്നത് കൊണ്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത നൈറ്റ് ഷിഫ്റ്റിന് എനിക്ക് 57 പൗണ്ട്, സാറ്റർഡേക്ക് 47 പൗണ്ട്സ്, സൺഡേക്ക് 94 പൗണ്ട്സ്, പിന്നെ അൺസോഷ്യൽ അവേഴ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അത് ഒരു ദിവസം എക്സ്ട്രാ. ഇപ്പോൾ 8 മണി വരെ ആയിരുന്നു എൻ്റെ ഷിഫ്റ്റ്. ഞാനൊരു 9:30 വരെ എന്തോ ചെയ്തു എന്ന് തോന്നുന്നു. എന്തോ സ്റ്റാഫ് ഷോർട്ടേജ് ആയതുകൊണ്ട് 8 മണിക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതിപ്പോൾ നിർബന്ധമായിട്ട് ചെയ്തതല്ല. ഞാൻ അങ്ങോട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു റിക്വസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ കുഴപ്പമില്ല നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ എഗ്രി ചെയ്തത് കൊണ്ട് നിന്നതാണ്. ഇല്ലെങ്കിൽ നിർബന്ധിച്ചൊന്നും ഇവിടെ ആരെയും നിർത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അൺസോഷ്യൽ അവേഴ്സ് ഒരു 1.5 hours അല്ലെങ്കിൽ ഹാഫ് അവേഴ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു 1.24 പൗണ്ട്സ്, ഒരു പൗണ്ട് 24 pence അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ എക്സ്ട്രാ കഴിയാതിരുന്ന സർജറികൾ കൂടിക്കിടന്നത് നമ്മളൊരാഴ്ചയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ
അതിൻ്റെ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ഞാൻ ചെയ്തിരുന്നു. ഇപ്പം എൻ്റെ ഡ്യൂട്ടി അല്ലാതെ ചെയ്ത ഒരു എക്സ്ട്രാ ഷിഫ്റ്റ്, അത് ഈ സാലറിയുടെ കൂടെ തന്നെയാണ് ക്രെഡിറ്റ് ആകുന്നത്. അത് ഞങ്ങൾ തിയേറ്ററുകാർക്ക് മാത്രമുള്ളൊരു വ്യത്യാസം. അപ്പോൾ അതിന് 350 പൗണ്ട് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്തുനിന്നും ഡിഡക്ഷൻ ഉണ്ട്. ഇതിനകത്തുനിന്ന് എത്രയാണ് ഡിഡക്ഷൻ എന്നുള്ള കാര്യം അതിനകത്ത് ഒരു മെൻഷൻ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. മൊത്തത്തിലുള്ള സാലറി എന്നുള്ള ഡിഡക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്നതാണ് 3268 പൗണ്ട്സ്. അതായിരുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്ന സാലറി. അതിൽ നിന്ന് 617 പൗണ്ട്സ് ഡിഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് 2651 പൗണ്ടാണ്. ഇനി ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ ബാങ്ക് ഷിഫ്റ്റുകളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ എക്സ്ട്രാ അങ്ങനത്തെ സാലറീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ PR അല്ലെങ്കിൽ ILR ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹോസ്പിറ്റലിലല്ലാതെ പുറത്ത് പോയി വർക്ക് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനത്തെ ഇൻകമുകളുണ്ട്. വേറെ ഇൻകം ഉള്ളവർക്ക് അങ്ങനത്തെ ഇൻകംസ് ഉണ്ടായിരിക്കും. ഞാൻ വേറെ ബാങ്ക് ഷിഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആകെപ്പാടെ ചെയ്തത് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഷിഫ്റ്റ് ചെയ്തിരുന്നു. അത് പക്ഷേ നമ്മുടെ ഹോൾ സാലറിയുടെ കൂടെയാണ്. അതോടെ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സാലറി എൻ്റെ കുറഞ്ഞേനെ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഒരു മന്തിലേക്കുള്ള സാലറി എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ വേറെ ട്രസ്റ്റുകളിൽ ഏരിയാസ് മാറുന്നതനുസരിച്ച് ഇതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ലണ്ടനിലേക്ക് ചെല്ലുമ്പോൾ ലണ്ടൻ എക്സ്പെൻസ് കൂടെ കൂട്ടി കുറച്ചുകൂടെ നല്ല ഹയർ എമൗണ്ട് ഓഫ് സാലറി അവർക്ക് കിട്ടുന്നുണ്ടാകും. പക്ഷെ അതനുസരിച്ച് എക്സ്പെൻസും കൂടുതലാണ്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ വേറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ നമ്മുടെ സ്വിൻഡൻ അല്ലാതെ വേറെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിനേക്കാളും കൂടുതൽ സാലറി കിട്ടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വെയിറ്റ് ചെയ്യും. എഗെയിൻ ഓരോ സ്ഥലങ്ങളിലെയും ഓരോ എക്സ്പെൻസുകളുടെ ബേസിലൊക്കെ ആയിരിക്കും സാലറി കൊടുക്കുന്നത്. എനിവേ നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞ ഇതാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ വേറെ വാർഡുകളിൽ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ചെയ്യുന്നവർക്കോ നൈറ്റ് ചെയ്യുന്നവർക്കോ, ഞാൻ അധികം നൈറ്റ് ചെയ്യാറില്ല. അപ്പം നൈറ്റ് ചെയ്യുന്നവർക്കൊക്കെ സാലറി കൂടുതൽ ഉണ്ടാകുമായിരിക്കും. ഞാൻ ഒരു മാസത്തിൽ 1-2 നൈറ്റ് മാക്സിമം ചെയ്യാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നൈറ്റ് ചെയ്യാറില്ല. കിട്ടാഞ്ഞിട്ടല്ല, എനിക്ക് ഡേ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം നൈറ്റിനേക്കാളും കൂടുതൽ. നൈറ്റ് പൊതുവെ തിരക്ക് കുറവാണത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പൊതുവെ ശാന്തമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് നൈറ്റിൽ. എന്നാൽ കൂടെ എനിക്ക് ഡേ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഡേ ആണ് പ്രിഫർ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഡേ ആണ് ചെയ്യാറ്. 1-2 നൈറ്റേ ചെയ്യാറുള്ളൂ. അത് പറഞ്ഞ പോലെ സാലറി ഒത്തിരി ബേസിക്കായി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 1-2 നൈറ്റ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻകം സൈഡ്. ഇനി നമ്മുടെ എക്സ്പെൻസ് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ എക്സ്പെൻസ് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ എക്സ്പെൻസ് ആയിരിക്കില്ല എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ അതേ സ്റ്റാറ്റസ് ഉള്ള ഒരാളുടെ, അതായത് സിംഗിളായിട്ടുള്ള ഒരാളുടെ, ഇതുപോലെ റൂം എടുത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിലും എൻ്റെ എക്സ്പെൻസ് പോലെ ആയിരിക്കില്ല അയാളുടെ എക്സ്പെൻസ്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് എല്ലാ ദിവസവും പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് കൂടുതലുള്ള ആളാണ്, റെഗുലറായിട്ട് എന്തെങ്കിലും എന്റർടൈൻമെന്റ് കാര്യങ്ങൾ, ഇപ്പം അല്ലെങ്കിൽ ഹെൽത്ത് വേസ്, ഇപ്പം ജിമ്മിൽ റെഗുലറായിട്ട് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ പബ്ബിൽ റെഗുലറായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അയാളുടെ എക്സ്പെൻസ് പോലെ ആയിരിക്കില്ല ഇതൊന്നും ചെയ്യാത്ത എൻ്റെ എക്സ്പെൻസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലെന്നോ ഇതെല്ലാം വേറൊരാൾ ചെയ്യുന്നുണ്ടെന്നോ ഒന്നും ഉദ്ദേശിച്ചല്ലോ കേട്ടോ. അപ്പം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു എക്സ്പെൻസ് ഈ റൂമിൻ്റെ റെൻ്റാണ്. ഈ റൂം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂം ടൂറൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇതൊരു ഷെയർഡ് അക്കോമഡേഷനിൽ ഒരു റൂം മാത്രമേ ഞാൻ റെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു റൂമിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 475 പൗണ്ടാണ്. അതിനകത്ത് എല്ലാ ബിൽസും ഇൻക്ലൂഡഡ് ആണ്. എല്ലാ ബിൽസ് ഇൻക്ലൂഡിങ് വൈഫൈ എനിക്കിവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് എനിക്ക് 475 പൗണ്ട്. അപ്പോൾ ഈ റൂമിൻ്റെ ടോയ്ലറ്റ് ഇല്ല, ബാത്റൂം ഇല്ല. അപ്പോൾ അത് ഞാൻ വേറെ ഇവിടെ താമസിക്കുന്നവരുമായിട്ട് ഷെയർ ചെയ്യുവാണ്. കിച്ചണും ഞാൻ ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കുറഞ്ഞ റെൻറ്റിലൊരു റൂം. അതിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ റെൻറ്റിന് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ പേ ചെയ്യുന്നവരുണ്ട്, കുറവ് പേ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ റെൻറ്റൊക്കെ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പം ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. എൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിൻഡനിൽ തന്നെ ഏറ്റവും റെൻറ്റ് കുറഞ്ഞ റൂമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ റെൻറ്റ് 475 പൗണ്ട്. അതിനകത്ത് എൻ്റെ എല്ലാ ബിൽസും ഇൻക്ലൂഡഡാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് കാറില്ല, പെറ്റ്സ് ഇല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെൻസസും ഇല്ല. പിന്നെ ഞാൻ റെഗുലറായിട്ട് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇൻഷുറൻസ് എടുത്തായിരുന്നു. ഇൻഷുറൻസിന് ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു സ്കീമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 10 പൗണ്ടേ ഉള്ളൂ. 10 പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു, ഏറ്റവും കുറഞ്ഞൊരു സ്കീമും ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പേ ആണ് എൻ്റെ ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഷുറൻസും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുടെ ബേസിൽ ചെയ്താണ് നമ്മുടെ പേയ്മെൻ്റ് ഒക്കെ മാറി വരിക. അപ്പം എൻ്റെ പേയ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 10.55 പൗണ്ട്സ് ആണ് മന്ത്ലി ഞാൻ ഇൻഷുറൻസിന് വേണ്ടി പേ ചെയ്യുന്നത്. പിന്നെ ഒരു 16.40 പൗണ്ട്സ് ഞാൻ ഫിക്സഡ് ആയിട്ട്, അതൊരു 2-3 വർഷമായിട്ട്, 4 വർഷത്തിനടുത്തായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ RCNൽ മെമ്പർഷിപ്പ് എടുത്തായിരുന്നു. RCN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്, അതായത് നമ്മുടെ നഴ്സസിൻ്റെ ഒരു അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഒരു ബോഡിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം
നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം, നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു, നമുക്കൊരു സപ്പോർട്ട് വേണം, നമുക്കൊരു ലീഗൽ സപ്പോർട്ട് വേണം, നമുക്കൊരു അഡ്വക്കേറ്റ് വേണം. ഹോസ്പിറ്റൽ നമുക്കതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ബോഡിയാണ്. ഇപ്പോൾ നാട്ടിൽ നമ്മുടെ നഴ്സിംഗ് യൂണിയൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു യൂണിയനാണ് ഇവിടുത്തെ. പക്ഷെ നമ്മൾ മന്ത്ലി അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട്. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ ഫിക്സ് ആയിട്ട് കുറച്ച് 2-3 വർഷങ്ങളായിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട് ആണ് 16.40. പിന്നെ ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ, അതായത് നമ്മുടെ ഐഫോണിൻ്റെ സ്പേസിന് വേണ്ടിയിട്ട് ഞാനൊരു 2.49 പൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഗ്രോസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വക സാധനങ്ങളുടെയൊക്കെ പലവ്യഞ്ജന സാധനങ്ങളുടെയൊക്കെ എൻ്റെ ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 പൗണ്ട്സ് 120 പൗണ്ട്സിൻ്റെ ഇടയ്ക്കായിരിക്കും. അതിപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചാൽ കൂടുതൽ എക്സ്പെൻസ് ആകും. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാളി ഷോപ്സിൽ പോയി കഴിഞ്ഞാൽ, ഇന്ത്യൻ ഷോപ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസ് ആകും. ഒരു പാക്കറ്റ് മിച്ചറിന് പോലും ഒരു 3 പൗണ്ടിന് അടുത്താകും. അപ്പം അതേസമയം നമ്മളിവിടെ ഇവിടുത്തെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലാണ് പോകുന്നെങ്കിൽ അവിടെ നമ്മുടെ സ്നാക്കിങ്ങിന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കോ എന്തിനാണെങ്കിലും ഇന്ത്യൻ ഷോപ്സിനേക്കാളും കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ഇന്ത്യൻ ഷോപ്പുകളിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ എക്സ്പെൻസും ഇവിടുത്തെ എക്സ്പെൻസും വളരെ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ എക്സ്പെൻസ് ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. ഇപ്പം ഞാൻ ഈ ഒരു മാസത്തെ ഒരു എക്സ്പെൻസിൽ വരെ ഞാനൊരു നൈക്കിൻ്റെ ഷൂ വാങ്ങിച്ചു എന്ന് കരുതിക്കുക, അതിനൊരു 60 പൗണ്ട് ആയിരുന്നു എന്ന് കരുതിക്കുക. ആ ഒരു റേറ്റ് ആവും കേട്ടോ ഷൂവിനൊക്കെ, നല്ല ഷൂവിനൊക്കെ. അപ്പോൾ ആ ഒരു റേറ്റിനുള്ളൊരു ഷൂ ഈ മാസം ഞാൻ വാങ്ങിച്ചു എന്ന് വിചാരിച്ചു. അതിപ്പോൾ അടുത്തൊരു 2 വർഷത്തേക്ക് കണക്കൂട്ടി ഞാൻ വാങ്ങിച്ചു. അടുത്ത 2 വർഷത്തേക്ക് ആ ഷൂ വാങ്ങുന്നേ ഇല്ല. അപ്പോൾ ഈ മാസത്തെ എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ അത് വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസുകൾ, അല്ലെങ്കിൽ ഞാനൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചു, അതിനൊരു 10 പൗണ്ടോ അല്ലെങ്കിൽ ഒരു 20 പൗണ്ടോ ആയി എന്ന് വിചാരിച്ചു. അതിപ്പം ഈ മാസം 1 തവണയോ 2 തവണയോ പോയി പുറത്ത് കഴിച്ചു. അടുത്ത മാസം ഞാൻ പുറത്ത് പോകുന്നേ ഇല്ല. എല്ലാ ദിവസവും ഞാൻ വീട്ടിലുണ്ടാക്കി തന്നെ കഴിച്ചു. അപ്പോൾ അത് ഓരോ മാസത്തെ എക്സ്പെൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വേരി ചെയ്തിരിക്കും. നമ്മുടെ ബേസിക് എക്സ്പെൻസുകൾ ഇതൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കാറുള്ളവരുടെ അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ മാറും. സ്വന്തമായിട്ട് വീട് റെൻറ്റിന് എടുത്തേക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ബില്ലുകൾ കാര്യങ്ങളൊക്കെ മാറും. ഇനി സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചേക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മോർഗേജിലേക്കുള്ള പേയ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ബില്ലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി എൻ്റയർലി ഡിഫറൻസ് ആയിരിക്കും. കുട്ടികളുള്ളവരാണെങ്കിൽ അവരുടെ എക്സ്പെൻസുകൾ വരും. എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പക്ഷേ ബാക്കിയുള്ള എക്സ്പെൻസുകൾ ഒക്കെ തന്നെ വരും. അപ്പം ഇൻകം എക്സ്പെൻസും ഒക്കെ ഒരുപാട് പേഴ്സൺ ടു പേഴ്സൺ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ എക്സ്പെൻസുകളും ഇൻകം ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ എനിവേ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.